നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 13 ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക, നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, 1201 ആണ്ട് ചിങ്ങമാസം 1 ഞായറാഴ്ച രാവിലെ രാഹു കേതു ദോഷപരിഹാര പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുവാൻ നിർവാഹമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ പൂജ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടി രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യാം, മാസത്തിൽ 1 വീതം ചെയ്യാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പോലെയൊക്കെ പൂജ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ദൂരെ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുവാൻ നിർവാഹമില്ല എങ്കിൽ നിങ്ങൾ ഈ പൂജയിൽ പങ്കുചേരുക. 1000 രൂപയാണ് ഇതിന്റെ ചെലവ്. എൻ്റെ നമ്പർ, വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് പണം അയച്ചു തരാം. GPay ആയിട്ടോ ഫോൺപേ ആയിട്ടോ ഒക്കെ അയച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജനന തീയതി, ജനിച്ച സമയം, സ്ഥലം, വീട്ടുപേര്, പൂർണ്ണമായിട്ടുള്ള പോസ്റ്റൽ മേൽവിലാസം എന്നിവ വാട്സപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ പൂജയ്ക്ക് ശേഷം നിങ്ങൾ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ പൂജയിൽ തീർച്ചയായിട്ടും പങ്കുചേരുക. പുതിയൊരു മലയാള വർഷത്തിന്റെ ആരംഭ ദിവസമായ 1201 ആണ്ട് ചിങ്ങമാസം 1 രോഹിണി നക്ഷത്ര ദിവസത്തിൽ പൂജയിൽ പങ്കുചേരുക. മഹാദേവന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉന്നമനവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യണം. വലിയ തുകയൊന്നുമുള്ള പൂജയല്ല, നിസ്സാരം 1000 രൂപയേ ഉള്ളൂ. അതിൽ പ്രിയപ്പെട്ടവരൊക്കെ പങ്കുചേരുക. അപ്പോൾ മഹാദേവൻ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. മഹാദേവന്റെ ശക്തി നിങ്ങളോടുകൂടി ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി പടിപടിയായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉന്നമനവും ഒക്കെ ഉണ്ടാകും. മാരകമായ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക്, അങ്ങനെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്താണോ അതെല്ലാം മാറിക്കിട്ടും. അപ്പോഴത്തെ ഇതാണ് നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾ എല്ലാ വിവരങ്ങളും അറിയിക്കുക. ഇനിയും പതിവ് പോലെ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് മാസം 13 ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200 ആണ്ട് കർക്കിടക മാസം 28 ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം 22 ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:18, അസ്തമയം വൈകുന്നേരം 6:36. ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി തിഥി ബുധനാഴ്ച രാവിലെ 6:37 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് പഞ്ചമി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ബുധനാഴ്ച ദിവസത്തെ പൂർണ്ണമായിട്ടുമുള്ള തിഥി പഞ്ചമി തിഥിയാണ്. ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ബുധനാഴ്ച രാവിലെ 10:34 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ സമയത്ത് അവിട്ടം, ഉത്രാടം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, പൂരുരുട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയും. ബുധനാഴ്ച രാവിലെ 10:34 വരെ പൂരാടം, ചതയം, തിരുവോണം, ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രംകാല്, തുലാക്കൂറിൽപ്പെട്ട ചിത്രണ്ടുവാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർ. ഈ ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവത്തിൽ കൂടി ബുധനാഴ്ച ദിവസം രാവിലെ 10:34 വരെ ഉത്രട്ടാതി നക്ഷത്ര പ്രകാരം അവർ കടന്നു പോകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. 10:34 മുതൽ രേവതി നക്ഷത്രം ആരംഭിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ 10:34 മുതൽ രേവതി നക്ഷത്രം ആരംഭിക്കുമ്പോൾ രേവതി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്ന നാളുകാർ ഉത്രട്ടാതി, പൂയം, ആയില്യം, ചതയം, തിരുവോണം, തൃക്കേട്ട, മൂലം. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ രേവതി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ബുധനാഴ്ച രാവിലെ 10:34 മുതൽ വ്യാഴാഴ്ച രാവിലെ 9:07 വരെയുള്ള സമയം നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരും. ഏതൊക്കെ നാളുകാർക്കാണ്? ഉത്രട്ടാതി, പൂയം, ആയില്യം, ചതയം, തിരുവോണം, തൃക്കേട്ട, മൂലം. ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച രാവിലെ 10:34 മുതൽ വ്യാഴാഴ്ച രാവിലെ 9:07 വരെയുള്ള സമയം സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരും. ബുധനാഴ്ച രാവിലെ 10:34 മുതൽ രേവതി നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂരുരുട്ടാതി, ഉത്രാടം, ആവട്ടം, ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര, ഉത്രംകാല്, തുലാക്കൂറിൽപ്പെട്ട ചിത്രണ്ടുവാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർ. ഇവർക്കെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ
പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്നത് പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലാണ്. അന്നത്തെ ദിവസം പലർക്കും അറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം 1-2 ദിവസമേ കാണുകയുള്ളൂ, അത് കഴിഞ്ഞ് മാറി എനിക്ക് നല്ല അനുഭവം വരുമെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കടുങ്കൈ തന്നെയാണ് ചെയ്യുന്നത്. ചിലരൊക്കെ കടുത്ത തീരുമാനം അങ്ങ് എടുക്കുകയാണ്. ഇപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പിണങ്ങിയാൽ ഭാര്യ ഉടനെ തീരുമാനിക്കും, ഇനി എനിക്ക് അവനെ വേണ്ട, ഞാൻ സഹിച്ചതും ഒരുപാട് സഹിച്ചു മടുത്തു, ഇനി വേണ്ട വേണ്ട വേണ്ട. ഉടനെ വീട്ടിലേക്ക് അമ്മയെ വിളിച്ചു പറയുന്നു. അമ്മ പറഞ്ഞു, ഓക്കെ മോളെ, നാളെ തന്നെ അച്ഛനെ കൊണ്ട് വക്കീലിനെ ഇടപാട് ചെയ്യാം, നമുക്ക് ഡിവോഴ്സ് മേടിക്കാം എന്നൊക്കെ പറയുന്നു. പിന്നെ അത് ഡിവോഴ്സിലേക്ക് അങ്ങ് പോവുകയാണ്. മനുഷ്യ ജീവിതമാണ്. ഈ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതി പ്രതികൂലമാകുമ്പോൾ ആ ദിവസങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ധനപരമായിട്ടുണ്ടാകും, കുടുംബമായിട്ടുണ്ടാകും, അപ്പനും മക്കളും തമ്മിലുണ്ടാകും, ജോലി സ്ഥലത്തുണ്ടാകും, സുഹൃത്തുക്കളുമായിട്ട് പിണങ്ങും, സ്നേഹിക്കുന്നവരുമായിട്ട് പിണങ്ങും. അങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ സമയത്താണ്. അപ്പൊ അത് 1-2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞു പിന്നെ അനുകൂലമായ അനുഭവങ്ങളിലേക്ക് അങ്ങ് പോകും. അങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഈശ്വര സന്നിധിയിൽ അഭയം പ്രാപിച്ച ആ 2 ദിവസം അങ്ങ് പോവുകയാണെങ്കിൽ മനുഷ്യ ജീവിതം സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി പോകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. ഞാൻ വലിയൊരു മെസ്സേജാണ് എല്ലാവർക്കും നൽകുന്നത്. പക്ഷെ എൻ്റെ ഈ മെസ്സേജ് ഒട്ടുമിക്ക ആൾക്കാരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. വളരെ കുറച്ചു പേരാണ്. മതി, കുറച്ചു പേര് കേട്ടാൽ മതി, ഒത്തിരി പേരൊന്നും കേൾക്കണമെന്നില്ല. ഞാൻ മുഖേന ഈ ലോകം ഒന്നും മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കുറെ പേരുടെ ജീവിതം സന്തോഷമായിട്ട് പോകട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. എന്നെ കൊണ്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു പുണ്യമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രിയമുള്ളവരെ ഒട്ടനവധി പേരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അത് ചിന്തിക്കും, ആ ഒരു ദിവസം അവരൊന്ന് പിടിച്ചു നിൽക്കുമായിരുന്നെങ്കിൽ. ഇപ്പോൾ ചന്ദ്രൻ ചരവശാൽ സഞ്ചരിക്കുമ്പോൾ ദോഷമായ ഭാവത്തിൽ കൂടി, ദോഷമായ നക്ഷത്ര ദിവസത്തിൽ കൂടി പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ 1-2 ദിവസം അവർ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മുതൽ അവർക്ക് നേട്ടമാണ്. അപ്പോൾ ആ ദിവസം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു, വൈകാരികമായി പൊട്ടിത്തെറിക്കുന്നു, പല വിഷയങ്ങൾക്കും അവർ തുടക്കം കുറിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ തന്നെ വിഷയമുണ്ടാക്കി അവരുടെ ജീവിതം അവർ തന്നെ നശിപ്പിക്കുന്നു. പക്ഷെങ്കിൽ പറയുന്നത് ആരാണ്? അവൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു, അയാൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു, അവരെൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇങ്ങനെയല്ല. അത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രതികൂലമോ ഈ പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ വന്നു ചേരും. ആ ദിവസങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ പ്രശ്നത്തിനൊന്നും പോകാതെ പിടിച്ചു നിൽക്കുക. അപ്പൊ ഈ കാര്യം അറിയാവുന്നവർക്ക് മാത്രമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നു. എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി ഒക്കെ ജീവിക്കുക. അപ്പോൾ ബുധനാഴ്ച ദിവസം രാവിലെ 10:34 മുതൽ വ്യാഴാഴ്ച രാവിലെ 9:07 വരെ ഞാൻ ഈ പറഞ്ഞ നാളുകാരൊഴികെ ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ബുധനാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:18 മുതൽ 10:48 വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ചയ്ക്ക് 11:36 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ച കഴിഞ്ഞ് 1:48 മുതൽ 4:48 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 13 ഒറ്റസംഖ്യയാക്കുമ്പോൾ 4 വരും. ഏതൊരുമാസത്തെയും 4, 13, 22, 31 തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. സംഖ്യാജ്യോതിഷം പരിഹാരം പറയുന്നു. മഞ്ഞ, നീല, ഇളം നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആരൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്? ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർ മാത്രം ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇനിയും പറയാൻ പോകുന്നത് ബുധനാഴ്ച ദിവസം രാവിലെ 10:34 മുതൽ വ്യാഴാഴ്ച രാവിലെ 9:07 വരെ ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞു തരാൻ പോകുന്നു. ഉത്രട്ടാതി, ചോതി, കേട്ട, ഉത്രാടം, ചതയം, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, രേവതി, ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന സമയമാണ് ബുധനാഴ്ച രാവിലെ 10:34 മുതൽ വ്യാഴാഴ്ച രാവിലെ 9:07 വരെയുള്ള സമയം.
ഉത്രട്ടാതി, ചോതി, കേട്ട, ഉത്രാടം, ചതയം, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, രേവതി എന്നീ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ധനവിഷയങ്ങളിൽ ഏർപ്പെട്ടാൽ, ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു സമയമാണ്. ഈ നാളുകാർക്ക് മേടിച്ചാൽ കൊടുക്കാൻ പറ്റും, വായ്പ വാങ്ങിക്കാനൊക്കെ അനുകൂലമായ ദിവസമാണ്. അങ്ങനെ ധനപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ്. പലരും ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നു. അവരുടെ ജീവിതം അതോടുകൂടി നശിക്കുന്നു. ചിലര് ഒരു മോശമായ സമയത്ത് പോയാണ് ഒരു വായ്പ എടുക്കുന്നത് ബാങ്കിൽ നിന്ന്, അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ആ വായ്പ അവർ മേടിച്ചു കഴിയുമ്പോൾ മുതൽ പിന്നെ അവർ മറ്റു പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. രോഗം വരുന്നു, ശത്രുത വരുന്നു, കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നു, എല്ലാവരും അടിച്ചു പിരിയുന്നു. പിന്നീട് അത് വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ജപ്തിയാകുന്നു. എന്തെല്ലാം വിഷയങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചിലരൊക്കെ ധനം ദുർവിനിയോഗം ചെയ്യും. എന്ന് പറഞ്ഞാൽ മനക്കോട്ട, അവിടുന്ന് കിട്ടുമ്പോൾ ഇങ്ങോട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞ് തിരിച്ചു മറിച്ചൊക്കെ പരിപാടി നടത്തും. പക്ഷെങ്കിൽ ഈ മനക്കോട്ട പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. അങ്ങനെ ഈ പ്രതികൂലമായ ദിവസങ്ങളിലായിരിക്കും അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ തിരിമറിയൊക്കെ നടത്തുന്നത്. അത് തിരിച്ചു വെക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടുന്ന് മറിച്ചിങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് ആകപ്പെട്ട് ജീവിതം തകർന്നു പോകുന്നു. അങ്ങനെ എത്ര ദാമ്പത്യ ജീവിതങ്ങൾ തകർന്നു പോകുന്നു. ഭർത്താവ് അറിയാതെ ഭാര്യമാർ പണം തിരിച്ചു മറിച്ച് നടത്തുന്നു, സ്വർണം പണയം വെക്കുന്നു. പക്ഷെങ്കിൽ ഇതൊക്കെ പിടിക്കപ്പെടുന്നു. ഇതൊക്കെ പിടിക്കപ്പെടുന്നത് എന്നാന്ന് വെച്ചാല് ഈ പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള ദുർബുദ്ധി തോന്നുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. പിന്നെ അവരുടെ ദാമ്പത്യ ജീവിതം അതോടുകൂടി നല്ല സ്നേഹബന്ധത്തിലായിരുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ പിന്നെ അകലുകയാണ്, പിരിയുകയാണ്. ഇങ്ങനെയുള്ള ദുർബുദ്ധികളൊക്കെ തോന്നുന്ന പ്രതികൂലമായ ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കാത്ത ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അകപ്പെടാതെ സന്തോഷത്തോടും ഉള്ളത് കൊണ്ട് കഴിച്ചുകൂട്ടി സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഇപ്പോൾ നന്ദി, നമസ്കാരം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം